ഈശോയിൽ ഒത്തിരി സ്നേഹമുള്ള ടീനേജേഴ്സ് ഏറെ സന്തോഷവും ആഹ്ലാദവുമായിട്ട് വീണ്ടും ഒരു ടീൻസ് മന്ത് കൂടി എത്തിയിരിക്കുകയാണ്. ഒക്ടോബർ 1-ാം തീയതിയായി ഇന്ന് നമ്മൾ നമ്മുടെ സ്വന്തം വിശുദ്ധിയായ വിശുദ്ധ കൊച്ചു തെരേസയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഉണ്ണീശോയുടെ സ്വന്തം വിശുദ്ധ കൊച്ചു തെരേസയുടെ തിരുനാൾ ദിവസം നമ്മളൊരു തകർപ്പൻ ഇനീഷ്യേറ്റീവ് ആരംഭിക്കുകയാണ്. നമ്മുടെ ടീൻസ് മന്തിന്റെ തീം എല്ലാവർക്കും അറിയാലോ അല്ലേ? യെസ്, വി ആർ സെലിബ്രേറ്റിംഗ് കാസ്റ്റിറ്റി ഓൺ ദിസ് ഒക്ടോബർ. കാസ്റ്റിറ്റിയെ കുറിച്ച് നിങ്ങളോട് വാ തോരാതെ സംസാരിക്കാനായിട്ട് പാലക്കാട് ടീൻസ് മിനിസ്ട്രി കാസ്റ്റിറ്റി റേഡിയോ ആയിട്ട് ഇതാ എത്തിയിരിക്കുകയാണ്. വി വെൽക്കം ഓൾ ഡിയർ ടീനേജേഴ്സ് ഇൻ ക്രൈസ്റ്റ് നെയിം ടു കാസ്റ്റിറ്റി റേഡിയോ. ഇന്ന് ഒക്ടോബർ 1-ാം തീയതി ആയതുകൊണ്ടും വിശുദ്ധ കൊച്ചു തെരേസയുടെ തിരുനാൾ ആയതുകൊണ്ടും നമുക്ക് കൊച്ചു തെരേസയെ പുണ്യവതിയെ പറ്റി കേട്ടുകൊണ്ട് ആരംഭിക്കാം. യെസ്, let's go to the story of Saint Therese of the Child Jesus and Holy Face. അപ്പൊ നമ്മുടെ പുണ്യവതി ജനിക്കുന്നത് ഫ്രാൻസിലെ ഒരു വിശുദ്ധ കുടുംബത്തിലാണ്. വിശുദ്ധി വിളങ്ങി നിന്ന സഭയ്ക്ക് ഒത്തിരി വിശുദ്ധരെ സമ്മാനിച്ച ലൂയിസ് സെലിഗ്രിൻ കുടുംബത്തിൽ 9ാമത്തെ കുഞ്ഞായിട്ടാണ് നമ്മുടെ കുഞ്ഞു തെരേസ ജനിക്കുന്നത്. എത്രമാത്രം ദൈവസ്നേഹം ആ കുടുംബത്തിൽ നിറഞ്ഞു നിന്നിരുന്നെന്ന് മനസ്സിലാക്കാൻ അവളുടെ ബാല്യത്തിലെ ഒരു കൊച്ചു സംഭവം മാത്രം മതി. ചെറുപ്പത്തില് വിശുദ്ധ കൊച്ചു തെരേസയെ പുണ്യവതിയുടെ കയ്യിലേക്ക് ഒരു പൂവ് വേരോടുകൂടി പറിച്ചു കൊടുത്തിട്ട് അവളുടെ അപ്പം പറഞ്ഞു, ത്രേസ്യയെ, നീ ഇതുപോലെ ഈശോയുടെ ഒരു പൂവായിട്ട് മാറണം. ഈ പൂവിനെ സംരക്ഷിക്കുന്ന പോലെ ഈശോ നിന്നെ സംരക്ഷിച്ചുകൊള്ളും. അങ്ങനെ കർത്താവിന്റെ സ്നേഹത്തിന്റെ സങ്കീർത്തനങ്ങൾ അലയടിക്കുന്ന ആ കുടുംബത്തിൽ നിന്നാണ് ലോകത്തെ ഞെട്ടിച്ച കൊച്ചു തെരേസ്യ എന്ന് പറയുന്ന കുഞ്ഞു വിശുദ്ധ ഉണ്ടായത്. നമ്മൾ ഓരോ ടീനേജേഴ്സിനും അതുപോലെ തന്നെ എല്ലാ മനുഷ്യർക്കും വലിയ മാതൃകയാണ് തന്റെ ചെറുപ്പവും കൗമാരവും യുവത്വവും ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെച്ച വിശുദ്ധ കൊച്ചു തെരേസ്യ. കൊച്ചു തെരേസ്യ പുണ്യവതിയുടെ ജീവചരിത്രത്തെക്കാൾ ഉപരിയായിട്ട് പുണ്യവതിയിൽ നിറഞ്ഞു നിന്ന പുണ്യങ്ങളെ പറ്റിയാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ കൊച്ചു തെരേസ്യ പുണ്യവതിയെ സഭയിൽ ഒരു വേദപാരംഗത അല്ലെങ്കിൽ ഒരു ഡോക്ടറായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു മിണ്ടാമണത്തി മാത്രം ജീവിച്ച് കേവലം ഒരു ആത്മകഥ മാത്രം സ്വന്തമായിട്ട് എഴുതിയ വിശുദ്ധ കൊച്ചു തെരേസ്യ എങ്ങനെയാണ് വിശുദ്ധ അഗസ്തീനോസിനെ പോലെയും തോമസ് അക്വീനാസിനെ പോലെയും സഭയിൽ ഒരു വേദപാരംഗതയായിട്ട് തീർന്നത്? അതിന്റെ കാരണം ഒന്നു മാത്രമാണ്, ഒരു കൊച്ചുകുട്ടിയെ പോലെ ദൈവത്തിൽ ആശ്രയിച്ച അവളുടെ എളിമയും നിഷ്കളങ്കതയുള്ള മനോഭാവം. സങ്കീർത്തനങ്ങൾ 131 ദാവീദ് രാജാവ് പറയുന്ന പോലെ ഒരു ശിശുവിനെ പോലെ ദൈവത്തിന് മുമ്പിൽ ആയിരിക്കാനായിട്ട് കൊച്ചു തെരേസ്യ പുണ്യവതിക്കായിരുന്നു. ഈശോയെ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? ശിശുക്കളെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാനല്ലേ? അങ്ങനെ ഒരു കൊച്ചുകുട്ടിയെ പോലെ ദൈവത്തെ ആശ്രയിച്ച കൊച്ചു തെരേസയ്ക്ക് സ്വർഗത്തിന്റെ രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ആ വിശുദ്ധ എഴുതിയ നവമാലിക എന്ന് പറയുന്ന ആത്മകഥ വായിച്ചു നോക്കിയാൽ കൊച്ചു തെരേസയുടെ ദൈവിക ജ്ഞാനം എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാവും. കൊച്ചു തെരേസ്യ പുണ്യവതി നമുക്ക് എല്ലാവർക്കും കാണിച്ചു തന്നത് സ്വർഗത്തിൽ ഈശോയുടെ അടുത്ത് എത്തിച്ചേരാനുള്ള കുറുക്ക് വഴിയാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞ ദ ലിറ്റിൽ വേ. ഓരോ ദിവസത്തെയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും അസാധാരണമായ ദൈവസ്നേഹത്തോടെ ചെയ്ത് സ്വർഗത്തിലെത്താനുള്ള കുറുക്ക് വഴി. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് വലിയ വിശുദ്ധി നേടാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണവും കൊച്ചു തെരേസ്യ തന്നെയാണ്. കൊച്ചു തെരേസ്യ പുണ്യവതിയുടെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്ന് സ്നേഹമായിരുന്നു. ഓരോ നിമിഷവും ഈശോയോടും സഹജീവികളോടുള്ള സ്നേഹം കൊച്ചു തെരേസ്യ പുണ്യവതിയിൽ നിറഞ്ഞു നിന്നിരുന്നു. ഈശോയോടുള്ള സ്നേഹം കൊച്ചു തെരേസ്യ പുണ്യവതിയുടെ ഹൃദയത്തിൽ ഇങ്ങനെ ജ്വലിക്കുകയായിരുന്നു. സ്നേഹമാണ് എല്ലാ പുണ്യങ്ങളിലും ഏറ്റവും വലുതെന്നുള്ള ശക്തമായ ബോധ്യം പുണ്യവതിക്ക് ഉണ്ടായിരുന്നു. ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന കുഞ്ഞു സുഹൃദയപം അവൾക്ക് ശ്വാസോച്ഛ്വാസം പോലെയായിരുന്നു. എന്നിട്ട് വിശുദ്ധ പറയുന്ന മനോഹരമായിട്ടൊരു കാര്യമുണ്ട്, ദൈവം എന്നെ വിളിച്ചത് സ്നേഹിക്കാനായിട്ടാണ്. യെസ്, അബ്സല്യൂട്ട്ലി, മൈ വൊക്കേഷൻ ഈസ് ടു ലവ്. ഈ സ്നേഹം അനുദിന ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും പരിശീലിച്ചുകൊണ്ട് കൊച്ചു തെരേസ്യ പുണ്യവതി വലിയൊരു വിശുദ്ധയായിട്ട് തീർന്നു. അതുകൊണ്ടാണ് വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പ കൊച്ചു തെരേസ്യ പുണ്യവതിയെ നോക്കി പറയുന്നത്, ദ ഗ്രേറ്റസ്റ്റ് സെയിന്റ് ഓഫ് മോഡേൺ ടൈംസ്. ഈശോയോടുള്ള ഇതേ സ്നേഹം കൊണ്ട് ലോകം മുഴുവനെയും ഈശോയ്ക്ക് വേണ്ടി നേടണമെന്ന് കൊച്ചു തെരേസ്യ പുണ്യവതി അതിയായിട്ട് ആഗ്രഹിച്ചിരുന്നു. അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് സഭ അവളെ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ ഒപ്പം ആഗോള മിഷന്റെ മധ്യസ്ഥയായിട്ട് പ്രഖ്യാപിച്ചത്. മരിച്ചാലും ഞാൻ സ്വർഗത്തിലിരുന്ന് ഭൂമിയിൽ നന്മ ചെയ്യുമെന്ന് കൊച്ചു തെരേസ്യ പുണ്യവതി പറഞ്ഞിരുന്നു. ഐ വിൽ സ്പെൻഡ് മൈ ഹെവൻ ഡൂയിങ് ഗുഡ് ഓൺ എർത്ത്. ഈശോയുടെ മണവാട്ടിയായ തിരുസഭയെയും വിശുദ്ധയ്ക്ക് വലിയ സ്നേഹമായിരുന്നു.
വൈദികർക്കും തിരുസഭയ്ക്കും വേണ്ടി വിശുദ്ധ അനുദിനം പ്രാർത്ഥിക്കുമായിരുന്നു. വിശുദ്ധിയിൽ ജീവിക്കുക എന്നത് പലർക്കും ഒരു ചലഞ്ചിങ് റിയാലിറ്റി ആയിട്ട് തോന്നുന്ന ഈ കാലഘട്ടത്തിൽ സ്നേഹത്തിന്റെ കുറുക്കു വഴിയിലൂടെ കൊച്ചു തെരേസ്യ പുണ്യവതി സ്വർഗം എത്തിപ്പിടിച്ചു. പ്രിയപ്പെട്ട ടീനേജേഴ്സ്, എന്തു തോന്നുന്നു നമ്മുടെ പാട്രൺ സെയിന്റിനെ പറ്റി കേട്ടിട്ട്? നമുക്കും ഒന്ന് ശ്രമിക്കുമല്ലേ? അതെ, ഈ ടീൻസ് മന്ത് മുഴുവൻ കാസ്റ്റിറ്റിയെ പറ്റിയും സ്നേഹത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടുകൊണ്ട് ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി പാലിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. അവസാനമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ കൊച്ചു തെരേസ്യയോട് പ്രാർത്ഥിച്ച മനോഹരമായ പ്രാർത്ഥന ചൊല്ലി നമുക്ക് അവസാനിപ്പിക്കാം. വിശുദ്ധ കൊച്ചു തെരേസ്യയായ സഭാമക്കളായ ഞങ്ങൾക്ക് സുവിശേഷത്തിന്റെ പ്രകാശവും ആനന്ദവും പരിമളവും പരത്താനായി സ്വർഗത്തിൽ നിന്ന് റോസാപ്പൂക്കൾ വർഷിക്കണമേ. നിന്നെപ്പോലെ ദൈവത്തിന്റെ ആഴമുള്ള സ്നേഹത്തിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ വിശുദ്ധിയുടെ കുറുക്കു വഴിയിലൂടെ നടക്കാൻ ഞങ്ങൾക്കാകട്ടെ. ആമേൻ. You are listening to Castity Radio. Stay tuned. God bless you.